കേസന്വേഷണത്തിന് കോഴിക്കോടെത്തിയ SIT ഉദ്യോഗസ്ഥർക്ക് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ ഗുണ്ടാസംഘം. അക്രമികൾ ഉദ്യോഗസ്ഥരെ തോക്കുചൂണ്ടി ഭീഷണിപ്പെടുത്തി. ഏറെ നേരം നീണ്ട സിനിമാ സ്റ്റൈൽ സംഘട്ടനത്തിനൊടുവിൽ ഉദ്യോഗസ്ഥർ പ്രതികളെ കീഴ്പ്പെടുത്തി. ആക്രമണത്തിൽ 4 പോലീസുകാർക്ക് പരിക്കുണ്ട്. വിഷ്ണു സൽമാൻ, ആട് ഷമീർ, ഡേവിസ് ജാംസൺ എന്നിവരാണ് പോലീസ് പിടിയിലായത്. പാലക്കാട് ഒറ്റപ്പാലം സ്വദേശിയായ പ്രവാസിയെ തട്ടിക്കൊണ്ടുപോയി ബന്ദിയാക്കി മോചനദ്രവ്യം ആവശ്യപ്പെട്ട കേസ്. ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതികളെ പിടികൂടാൻ ഒളിയിടത്തിലെത്തിയതായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം. ഇതിനിടയിൽ ഉദ്യോഗസ്ഥർക്ക് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ് ആക്രമിക്കുകയായിരുന്നു പ്രതികൾ. ഇന്ന് രാവിലെ 9 മണിയോടെയായിരുന്നു സംഭവം. പാലക്കാട്ടെ പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയി 70 കോടി മോചനദ്രവ്യം ആവശ്യപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് പാലക്കാട് SIT സംഘം കോഴിക്കോടെത്തി. പെരുവയലിലെ കൊടശ്ശേരിത്താഴത്തുള്ള വില്ലയിൽ ഒളിവിൽ കഴിയുന്ന പ്രതികളെ പിടികൂടാനായി അന്വേഷണ സംഘം സ്ഥലത്തേക്ക് തിരിച്ചു. ഫ്ളാറ്റ് വളഞ്ഞ് പ്രതികളെ പിടികൂടാനായിരുന്നു ശ്രമം. വില്ലയുടെ താഴത്തെ നിലയിലെ മുറിയുടെ വാതിലിൽ മുട്ടിയ ഉടനെ പ്രതികൾക്ക് പോലീസാണെന്ന് മനസ്സിലായി. ഉടൻ പ്രതികളിൽ ഒരാൾ ഉദ്യോഗസ്ഥർക്ക് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞു. ആക്രമണത്തിൽ 4 പോലീസുകാർക്ക് പരിക്കേറ്റു. പിന്നീട് ലൈസൻസ് ഇല്ലാത്ത തോക്ക് ചൂണ്ടി പ്രതികൾ അന്വേഷണ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി. ഇതോടെ പോലീസ് സാഹസികമായി പ്രതികളെ കീഴ്പ്പെടുത്തുകയായിരുന്നു. സംഭവ സമയത്ത് 5 പേരാണ് മുറിയിലുണ്ടായിരുന്നത്. ഇതിലൊരാൾ ഓടി രക്ഷപ്പെട്ടു. മാവൂർ കുന്നമംഗലം പോലീസും ഉടൻ സ്ഥലത്തെത്തി. പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം ആവശ്യപ്പെട്ട കേസിലെ 2ാം പ്രതിയായ വിഷ്ണു സൽമാൻ, ആട് ഷമീർ, ഡേവിസ് ജാംസൺ എന്നിവരാണ് പിടിയിലായത്. ഇൻഫർമേഷൻ കിട്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. എന്താ സംഭവിച്ചത്? ഇവര് ഒരു റോബറി കേസിലെ പ്രതികളാണ്. അവരെ രഹസ്യവിവരം കിട്ടി. അതിനനുസരിച്ച് ഇങ്ങോട്ട് വന്നു. ആ സമയത്ത് ഇവര് ഞങ്ങളെ ആക്രമിക്കുകയായിരുന്നു. തോക്ക് ചൂണ്ടി തോക്ക് കീഴ്പ്പെടുത്താൻ നോക്കുന്ന സമയത്ത് അത് ഏർപടക്കം വരുന്നു. 2 ആഴ്ച മുൻപാണ് 5 പേരും പെരുവയൽ കൊടശ്ശേരിത്താഴത്തെ വില്ലയിൽ താമസം തുടങ്ങിയത്. നേരത്തെ നിരവധി കേസുകളിലെ പ്രതികളാണ് പിടിയിലായ 4 പേരും. സംഭവ സ്ഥലത്ത് പോലീസ് പരിശോധന നടത്തി. ഇവർ എങ്ങനെയാണ് വില്ലയിൽ എത്തിയതെന്ന് സംബന്ധിച്ച അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൂടാതെ ഇവരുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത ആയുധങ്ങളും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. സ്ഫോടക വസ്തു വിദഗ്ധർ ഉൾപ്പെടെ സ്ഥലത്തെത്തിയിരുന്നു. രക്ഷപ്പെട്ട പ്രതിയെ പിടികൂടുന്നതിന് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. സംഭവത്തിൽ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ഷൗക്കത്ത് അലി, ഡെപ്യൂട്ടി കമ്മീഷണർ പദം സിംഗ്, സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് DYSP വിശ്വാസ് എന്നിവർ സംഭവസ്ഥലം സന്ദർശിച്ചു. മുറിയിലെത്തിയ കമ്മീഷണറും ഡെപ്യൂട്ടി കമ്മീഷണറും വിശദമായ പരിശോധന നടത്തി. ഇവിടെ നിന്നും 2 നാടൻ പിസ്റ്റളുകളും ഒരു എയർ പിസ്റ്റളും 11 തിരകളും കണ്ടെടുത്തു. പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞതിനെ തുടർന്ന് ഇവർ താമസിച്ച മുറിയിലാകെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി ശാസ്ത്രീയ പരിശോധന നടത്തി. പ്രതികളിൽ നിന്ന് പിടികൂടിയ 2 തോക്കുകളും പരിശോധനയ്ക്ക് വിധേയമാക്കും. പ്രതികൾക്ക് എവിടെ നിന്നാണ് തോക്ക് കിട്ടിയതെന്നുൾപ്പെടെ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. പരിക്കേറ്റ 4 പോലീസ് ഉദ്യോഗസ്ഥരും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. അഞ്ജന സുകുമാരൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.